നമസ്കാരം. യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യത 2025 അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പറിലെ 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 26ാമത്തെ ചോദ്യം, സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ വിവരിക്കുക. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ വിവരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 27 മുതൽ നോക്കുക. വളരെ ശക്തമായ രാഷ്ട്രമായിരുന്നെങ്കിലും സാമ്പത്തിക തകർച്ച, പ്രതിരോധ ചെലവുകൾ, ദേശീയതാവാദം, ജനവിരുദ്ധ ഭരണകൂടം തുടങ്ങിയ ഘടകങ്ങൾ ചേർന്നാണ് 1991 സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുന്നത്. ശിഥിലീകരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ നോക്കാം. 1. സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം. 2. സോവിയറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം. 3. ദേശീയതയുടെ വളർച്ചയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ പരമാധികാര മോഹവും. 4. ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങൾ. വിശദമായി നോക്കാം. സോവിയറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആന്തരിക ദൗർബല്യം അവയെന്ന് നോക്കാം. 1. ആശയപ്രകടനത്തിനും ആവിഷ്കാരത്തിനും ഏർപ്പെടുത്തിയ വിലക്ക് ജനാധിപത്യ പ്രക്രിയയെ ദുർബലമാക്കി. 2. ഏകപാർട്ടി സമ്പ്രദായം. ഭരണഘടനാപരമായി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലാത്ത മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. 3. ഉദ്യോഗസ്ഥ മേധാവിത്വം. സോവിയറ്റ് ഭരണരംഗം നിയന്ത്രിച്ചിരുന്നത് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ക്രമേണ അവർ വലിയ അഴിമതിക്കാരായി. 4. ഉത്തരവാദിത്തമില്ലാത്ത പാർട്ടി പ്രവർത്തനം. ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത പാർട്ടി പ്രവർത്തന ശൈലിയിലേക്ക് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. 5. ഭരണരംഗത്തെ അഴിമതി. എല്ലാ മേഖലയിലും അഴിമതിയും മെല്ലെപ്പോക്കും സാധാരണ ജനങ്ങളെ ഗവൺമെന്റിൽ നിന്നകറ്റി. അടുത്തത് സോവിയറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം. അവയൊന്ന് നോക്കാം. 1. സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പ്. സോവിയറ്റ് സമ്പദ് വ്യവസ്ഥ അതിന്റെ വിഭവങ്ങളിൽ ഭൂരിഭാഗവും ചെലവഴിച്ചത് ആണവായുധങ്ങൾ നിർമ്മിക്കുവാനും സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയെ ക്ഷീണിപ്പിച്ചു. 2. സാങ്കേതിക വിദ്യയുടെ പിന്നോക്കാവസ്ഥ. സാങ്കേതിക വിദ്യ കാലോചിതമായി പരിഷ്കരിക്കുന്നതിലുണ്ടായ വീഴ്ച സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പിന്നോക്കം പോകുവാൻ ഇടയാക്കി. 3. ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം. ഖനവ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സോവിയറ്റ് യൂണിയൻ ഉപഭോഗ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. തന്മൂലം ജനങ്ങളുടെ ഉപഭോഗ തൃഷ്ണയെ തൃപ്തിപ്പെടുത്തുവാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞില്ല. 4. ഭക്ഷ്യോൽപാദനത്തിലെ തകർച്ച. കാർഷിക മേഖലയിലെ മുരടിപ്പ് ഭക്ഷ്യോൽപാദനം കുറച്ചു. ഇത് ഭക്ഷ്യ ഇറക്കുമതി ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. 5. പാശ്ചാത്യ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം. ഉപഗ്രഹ ചാനലുകളിലൂടെ സാധാരണ പൗരന്മാർ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇതുമൂലം സോവിയറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ യഥാർത്ഥ പിന്നോക്കാവസ്ഥ ജനം തിരിച്ചറിഞ്ഞു. അടുത്തത് ദേശീയതയുടെ വളർച്ചയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ പരമാധികാര മോഹവും നോക്കാം. റഷ്യ, ഉക്രൈൻ, ബെലാറസ്, ജോർജിയ തുടങ്ങി 15 റിപ്പബ്ലിക്കുകൾ ചേർന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ. എന്നാൽ റഷ്യ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ എല്ലായിടത്തും മേധാവിത്വം പുലർത്തിയിരുന്നു. അതുമൂലം തങ്ങൾ അവഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയുമാണെന്നുള്ള ധാരണ മറ്റ് റിപ്പബ്ലിക്കുകളിലെ ജനങ്ങളിൽ ശക്തമാവുകയും അതവരിൽ ദേശീയ ചിന്തകൾ വളർത്തുന്നതിന് കാരണമായി. റഷ്യ, ഉക്രൈൻ, ബെലാറസ്, ജോർജിയ, ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ ലാത്വിയ, എസ്തോണിയ, ലിത്വാനിയ എന്നിവിടങ്ങളിൽ ഉയർന്നു വന്ന ദേശീയ ബോധവും പരമാധികാര മോഹവും സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ്. അടുത്തത് ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റായിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. 1985 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഗ്ലാസ്നോസ്റ്റ് അഥവാ തുറന്ന സമീപനം, പെരിസ്ട്രോയിക്ക അഥവാ സാമ്പത്തിക പുനഃസംഘടന എന്നീ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ നവീന പദ്ധതികളിലൂടെ സോവിയറ്റ് വ്യവസ്ഥയെ ഉടച്ചു വാർക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ നോക്കാം. സാങ്കേതികമായി പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ പിന്നിൽ നിന്ന സോവിയറ്റ് യൂണിയനെ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കുക.
സോവിയറ്റ് യൂണിയന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യങ്ങൾ പരിഹരിക്കുക. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സോവിയറ്റ് യൂണിയന്റെ ബന്ധം മെച്ചപ്പെടുത്തുക. ഗോർബച്ചേവിന്റെ ഈ പരിഷ്കാരങ്ങൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. സോവിയറ്റ് ചേരിയുടെ ഭാഗമായ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഗോർബച്ചേവ് അനുവദിച്ചു. അതുമൂലം ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ജനാധിപത്യത്തിനു വേണ്ടി അവരുടെ ഗവൺമെന്റുകൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ തകർന്നു. ഈ സംഭവ വികാസങ്ങളും സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് വഴിതെളിച്ച ഘടകങ്ങളാണ്. 27ാമത്തെ ചോദ്യം, 1975 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക. 1975 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക. കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ടെന്ന് നോക്കാം. സാമ്പത്തിക പശ്ചാത്തലം, ഗുജറാത്ത് ബീഹാർ പ്രക്ഷോഭങ്ങൾ, ജുഡീഷ്യറിയുമായുള്ള തർക്കം, അലഹാബാദ് ഹൈക്കോടതി വിധി. ഭാഗം 1 പേജ് നമ്പർ 101 മുതൽ നോക്കുക. ആദ്യം സാമ്പത്തിക പശ്ചാത്തലം നോക്കാം. 1971 ബംഗ്ലാദേശ് യുദ്ധവും പ്രതിസന്ധിയും കൂടാതെ അഭയാർത്ഥി പ്രവാഹവും. യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്തലാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. തുടർന്ന് വിലക്കയറ്റം ക്രമാതീതമായി. ഇത് പണപ്പെരുപ്പത്തിന് കാരണമായി. വ്യാവസായിക പുരോഗതി മന്ദഗതിയിലാവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു. ചെലവ് ചുരുക്കാനായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഗവൺമെന്റ് മരവിപ്പിച്ചു. ഇത് ജീവനക്കാരിൽ അസംതൃപ്തി ഉളവാക്കി. 1972-73 കാലത്തെ മൺസൂണിന്റെ കുറവ് കാർഷിക ഉൽപാദനത്തെ ബാധിച്ചു. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കി. പ്രതിപക്ഷ കക്ഷികൾ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയത് രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായി. അടുത്തത് ഗുജറാത്ത് ബീഹാർ പ്രക്ഷോഭങ്ങൾ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിലും ബീഹാറിലും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിനെതിരായി 1974 വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടുക, ഭക്ഷ്യധാന്യങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുക, ഭക്ഷ്യ എണ്ണയുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം തടയുക, ഉന്നത സ്ഥാനങ്ങളിൽ നടക്കുന്ന അഴിമതികൾ അവസാനിപ്പിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ നൽകിയതോടെ ഗുജറാത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. അതേ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. ഗുജറാത്തിലെ സമരവിജയം സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ജയപ്രകാശ് നാരായണനെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹം ബീഹാറിലെ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ബീഹാർ ഗവൺമെന്റിനെ പുറത്താക്കുക എന്ന ആവശ്യവുമായി അദ്ദേഹം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ ശരിയായ ജനാധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവത്തിന് ടോട്ടൽ റെവല്യൂഷന് ആഹ്വാനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുകൾ, ഖരാവുകൾ, സമരങ്ങൾ തുടങ്ങിയവ നിരന്തരം ഉണ്ടായെങ്കിലും ഗവൺമെന്റ് സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. അടുത്തത് ജുഡീഷ്യറിയുമായുള്ള തർക്കം. മൗലികാവകാശ തർക്കങ്ങൾ, ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഇല്ലാതാക്കുവാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, നിർദ്ദേശക തത്വ തർക്കങ്ങൾ, ചീഫ് ജസ്റ്റിസ് നിയമനത്തിലെ അപാകതകൾ തുടങ്ങിയവ ജുഡീഷ്യറിയുമായുള്ള തർക്കങ്ങളുടെ പ്രധാന കാരണങ്ങളാണ്. അടുത്തത് അലഹാബാദ് ഹൈക്കോടതി വിധി. 1975 ജൂൺ 12 അലഹാബാദ് ഹൈക്കോടതിയിൽ രാജ് നാരായൺ കൊടുത്ത പരാതിയിൽ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കി. 1975 ജൂൺ 24 വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്നും ഭാഗികമായ സ്റ്റേ ലഭിച്ചെങ്കിലും MP എന്ന നിലയിൽ ലോക്സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ അനുവാദമില്ലായിരുന്നു. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് വേണ്ടി ഡൽഹി രാംലീല മൈതാനത്ത് ദേശവ്യാപക സത്യാഗ്രഹത്തിന് ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്തു. അതേ തുടർന്ന് അന്നേ ദിവസം തന്നെ ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ശുപാർശ ചെയ്തു. അതേ തുടർന്ന് 1975 ജൂൺ 25 അർദ്ധരാത്രിയിൽ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 28ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികളും വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. ഇന്ത്യ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികളും
വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 12 മുതൽ നോക്കുക. ആദ്യം വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികൾ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക മേഖല ഇല്ലായിരുന്നു. 2 മേഖലകളിലായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും മേഖലയിൽ ആയതിനാൽ ഭൂമിശാസ്ത്രപരമായി ഈ മേഖലകൾ തമ്മിൽ ബന്ധമില്ലായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരുവാൻ താല്പര്യം കാണിച്ചില്ല. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവായിരുന്ന അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരായിരുന്നു. മൂന്നാമതായി, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിലും ബംഗാളിലും മുസ്ലിങ്ങളല്ലാത്തവർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു. നാലാമത്തെ പ്രശ്നം, 2 രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയുടെ അതിർത്തിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളും ആക്രമിക്കപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ജന്മനാട് വിട്ട് ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ പലായനം ചെയ്യേണ്ടി വന്നു. ഇനി വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നോക്കാം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തമായ മനുഷ്യ കൈമാറ്റമായിരുന്നു 1947 ഇന്ത്യ പാക് വിഭജനം. മതത്തിന്റെ പേരിൽ ആളുകൾ പരസ്പരം ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു. ലാഹോർ, അമൃത്സർ, കൽക്കട്ട എന്നീ നഗരങ്ങൾ വർഗീയ മേഖലകളായി വിഭജിക്കപ്പെട്ടു. ഹിന്ദുക്കളും സിഖുകാരുമുള്ള മേഖലകളിൽ നിന്ന് മുസ്ലിങ്ങളും, മുസ്ലിങ്ങളുള്ള മേഖലകളിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും വിട്ടുനിന്നു. സ്വന്തം ജന്മസ്ഥലം ഉപേക്ഷിച്ച് ഇരു രാജ്യങ്ങളിലേക്കും പോകേണ്ടി വന്നവർക്ക് വളരെയധികം യാതന അനുഭവിക്കേണ്ടി വന്നു. മതിയായ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കാൽനടയുൾപ്പെടെയുള്ള യാത്രാമാർഗങ്ങൾ സ്വീകരിക്കുവാൻ നിർബന്ധിതരായി. സുരക്ഷിതമല്ലാത്ത ഈ യാത്രയിൽ അവർ ആക്രമിക്കപ്പെടുകയും ചിലർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ആക്രമണത്തിൽ കൂടുതൽ ഇരയായത് സ്ത്രീകളാണ്. ആയിരക്കണക്കിന് സ്ത്രീകൾ 2 ഭാഗങ്ങളിലും തട്ടിക്കൊണ്ടുപോകലിനും മതപരിവർത്തനത്തിനും നിർബന്ധിത വിവാഹത്തിനും വിധേയരാകുകയും ചെയ്തു. അതിർത്തി കടന്ന് 2 രാജ്യങ്ങളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവർക്ക് വർഷങ്ങളോളം വളരെയധികം ദുരിതം സഹിക്കേണ്ടി വന്നു. വിഭജനം എല്ലാ അർത്ഥത്തിലും വളരെ ദാരുണമായിരുന്നു. 2 രാജ്യങ്ങളിലുമായി വിഭജനം മൂലം ഏകദേശം 80 ലക്ഷം ആൾക്കാർക്ക് കുടിയേറി പാർക്കേണ്ടി വന്നു. വിഭജനവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ 5 മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ മരിച്ചതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഹിംസാത്മകമായ വിഭജനമായി ഇത് മാറുകയുണ്ടായി. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.